സംവരണത്തിനെതിരെ CJP മോഡൽ സമരത്തിനിറങ്ങിയിരിക്കുകയാണ് ചിലർ. ഇപ്പോഴും സംവരണം എന്താണെന്ന് ഓരോരുത്തർക്കും കുട്ടികളെ ABCD പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടാണ്. ചിലർക്ക് അതിന്റെ പ്രാധാന്യം അറിയാമെങ്കിലും ചെറുപ്പം മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ഒരല്പം താഴോട്ട് സഞ്ചരിക്കാൻ വയ്യാത്തതിന്റെ അസുഖമാണ്. ഇതിന്റെ ഒക്കെ ഇടയ്ക്കാണ് എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന തരത്തിൽ റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ റിസർവേഷനെതിരെ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് മെറിറ്റിന്റെ പേരിൽ സംവരണത്തെ കുറ്റപ്പെടുത്തുമ്പോൾ മറുവശത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവേചനവും ഒറ്റപ്പെടുത്തലും നേരിട്ട് ആത്മഹത്യകൾ പോലും സംഭവിച്ചിട്ടുള്ള ദളിത് ആദിവാസി വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ ആരും മറന്നുപോകരുത്. വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് സംവരണത്തെ ഇല്ലാതാക്കിക്കൊണ്ടല്ല. അതേസമയം ഇതിനെതിരെ കാസ്റ്റിസം ഹട്ടാവോ മൂവ്മെന്റ് എന്ന പേരിൽ മറ്റൊരു ഓൺലൈൻ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. സംവരണം എടുത്തുകളയാൻ നിൽക്കുന്നവർക്കുള്ള അത്രയും പിന്തുണ ഇവർക്കില്ലെങ്കിലും ജാതീയതയാണ് സംവരണത്തിലുള്ള കാരണമെന്ന് ചെറുതല്ലാത്ത ഒരു വിഭാഗം മനസ്സിലാക്കുന്നത് വലിയൊരു മാറ്റമാണ്. അതെ, ജാതി വ്യവസ്ഥയാണ് സംവരണത്തിലൂടെ അവസാനിപ്പിക്കേണ്ടത്. എന്ന് ജാതി വ്യവസ്ഥ ഇല്ലാതാകും അന്ന് സംവരണം അവസാനിക്കും. രാജിയിൽ നിതിൻ ഗഡ്കരിക്കുണ്ടായ ആശങ്കയും ഭയവും എന്തായാലും മറ്റാർക്കും ഉണ്ടായിട്ടില്ല. CJPയുടെ അടുത്ത ഇര ഇനി താനായിരിക്കുമോ എന്നായിരിക്കും E20 പെട്രോൾ നയം മുമ്പോട്ട് കൊണ്ടുവന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഊണിലും ഉറക്കത്തിലും ആലോചിക്കുന്നത്. E20 പെട്രോളിനെതിരായ ജനങ്ങളുടെ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ പ്രവർത്തിക്കുവാൻ CJP കൂട്ടായ്മയുടെ മാതൃകയിൽ E20 ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയൊരു ഓൺലൈൻ കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെ എഞ്ചിനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുവെന്ന പരാതികൾ ഉയരുകയാണ്. അതിനാൽ E20 പെട്രോളിനൊപ്പം ബ്ലെൻഡിംഗ് നടത്താത്ത ശുദ്ധമായ പെട്രോളും ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഉപഭോക്താക്കളുടെ ആശങ്കകൾക്ക് വ്യക്തമായ മറുപടി നൽകുകയും വാഹന ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പരിസ്ഥിതി സംരക്ഷണവും ഉപഭോക്തൃ സംരക്ഷണവും ഒരുപോലെ ഉറപ്പാക്കുന്ന പരിഹാരം സർക്കാർ കണ്ടെത്തണം.